PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വരുന്ന 10th മെയിൻസിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ് ആണ്. അപ്പോൾ ഇന്ന് ഡേ 6 ആണ്. അപ്പോൾ നമുക്ക് 100 ദിവസത്തെ ടൈം ടേബിൾ ആണ് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 100 ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നമ്മൾ 10th മെയിൻസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ 10th മെയിൻസിന് വേണ്ടിയിട്ടുള്ള 100 ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ടൈം ടേബിൾ മാത്രമല്ല, ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകളും നമ്മൾ തന്നെ തരുന്നുണ്ട്. ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒരൊറ്റ വീഡിയോയിലായിട്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് പോലും നിങ്ങൾക്ക് മിസ്സായി പോകത്തില്ല. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ക്ലാസ്സുകളാണെങ്കിൽ ആ വീഡിയോസിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കും. ചെയ്യാത്ത ക്ലാസ്സുകളാണെങ്കിൽ നമ്മൾ ചെയ്തു തരും. ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. കറണ്ട് അഫയേഴ്സും റിവിഷനും മുൻവർഷ ചോദ്യങ്ങളും എക്സാമും എല്ലാം അടങ്ങുന്ന SCRT പാഠഭാഗങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു ടൈം ടേബിളാണ്. അപ്പോൾ ഇതുവരെയും അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ആ പ്ലേലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ടൈം ടേബിളിലോട്ട് കടക്കാം. അതിനു മുന്നേ ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. അതായത് നമ്മുടെ ചാനലിലൂടെ ആദ്യം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു 130 ദിവസത്തെ ടൈം ടേബിളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു എല്ലാവരും. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിൻ്റെ കൂടെ തന്നെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ. ഇപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നല്ല രീതിയിൽ ക്ലാസ്സുകൾ കിട്ടണം എന്നുള്ളൊരു നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചത് കൊണ്ടാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ വൈകുന്നേരം 6 മണിക്കും 10th മെയിൻസിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു ടൈം ടേബിൾ 100 ദിവസത്തെ ഇട്ട് കൊടുത്തു. അതിനനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾ രാത്രി 8 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇനി 21-ാം തീയതി ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാം വരുന്നുണ്ട്. അപ്പോൾ അവരെയും കൺസിഡർ ചെയ്യണം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ രാത്രി 10 മണിക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ. നമ്മളൊരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റുള്ള ഒരു വീഡിയോ നിങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിന് പിന്നിൽ ഒരു 3-4 മണിക്കൂർ വർക്ക് ചെയ്താലാണ് ആ ഒരു ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ഈ 3 ക്ലാസ്സുകൾ ഒരു ദിവസം അപ്ലോഡ് ചെയ്യുക. അതും നമ്മുടെ ക്ലാസ്സുകളുടെ ലെങ്ത് നിങ്ങൾക്കറിയാലോ. നമ്മൾ എടുക്കേണ്ട ചാപ്റ്റേഴ്സ് ഇപ്പോൾ SCRT ആണെങ്കിലും NCRT ആണെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലോ ഏത് രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പാകത്തിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തെടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്ക് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ ഓരോ ദിവസവും പഠിക്കേണ്ട കംപ്ലീറ്റ് ടോപ്പിക്സും നമ്മൾ മാക്സിമം എടുത്തു തരാനായിട്ട് ശ്രദ്ധിക്കുന്നതുമാണ്. അപ്പോൾ എല്ലാ ടോപ്പിക്സും നമ്മൾ മാക്സിമം എടുത്തു തരുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം എഫേർട്ട് നമ്മൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടെ ചെറിയൊരു സപ്പോർട്ട് വേണം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിനൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്ത് വരുന്നവരാണ്. ഇനി നമ്മുടെ കൂടെ എത്താൻ പറ്റാതെയാണോ, ടോപ്പിക്സ് പഠിച്ച് തീരാത്തത് കൊണ്ടാണോ, അതോ പഠിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകുന്നവരാണോ എന്നൊന്നും അറിയത്തില്ല. നമ്മൾ ഒരുപാട് പേരൊന്നും കാണാനില്ല, നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ വെറുതെ എഫേർട്ട് എടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ആരും കാണാനില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വീഡിയോ ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നല്ല രീതിയിലുണ്ടെങ്കിലാണ് നമ്മൾ ഈ 3 ക്ലാസ്സുകളും ഇതേപോലെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ എന്തായാലും ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകത്തില്ല. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നും നല്ലൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ വീഡിയോസ് നിങ്ങൾ മാക്സിമം കണ്ട് പ്രയോജനപ്പെടുത്തുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിലേ നമ്മൾ എഫേർട്ട് എടുക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും ഇതുണ്ടാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ കാണുക. നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തിരിച്ചും നിങ്ങളുടെ ഭാഗത്തു നിന്നുകൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് എനർജറ്റിക് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയില്ല. തുടക്കം മുതൽ ഇപ്പോഴും കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ആരും ഇട്ടിട്ട് പോകരുത്. നല്ല രീതിയിൽ തന്നെ വീഡിയോസ് കണ്ട് പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ നമ്മളെ ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴത്തേനും നല്ലൊരു റിസൾട്ട് ഉണ്ടായിരിക്കും. അത് നമ്മൾ 100% ഉറപ്പ് തരുന്നൊരു കാര്യമാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ കൂടെ പഠിച്ചു പോകുന്നവർക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും കൂടെ ഉണ്ടാവുക. ഓക്കെ, ആ എനർജി ഒന്നും കളയരുത്. കാരണം
കാരണം നമ്മൾ ആദ്യം കുറച്ച് ദിവസം ആ ഒരു എനർജിയൊക്കെ കളഞ്ഞ് പിന്നെ അവസാന ഘട്ടം എക്സാമിൻ്റെ ഡേറ്റ് വന്ന ശേഷം പഠിക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ സമയം ഉണ്ടാവത്തില്ല. അപ്പോൾ കിടന്ന് ഓടിച്ചിട്ട് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയുമെങ്കിൽ കൂടി ആ ടെൻഷനിൽ ഉള്ളത് കൂടെ മറന്നു പോകാനാണ് അത് സഹായിക്കുക. അപ്പോൾ ഇപ്പം മുതലേ നമ്മുടെ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ദിവസം കുറേശ്ശെ ടോപ്പിക്സ് അല്ലേ നമ്മൾ തരുന്നുള്ളൂ. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ പറ്റുന്നത്ര ടോപ്പിക്സേ തരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് പഠിച്ചു പോവുകയാണെങ്കിൽ പരീക്ഷ ആകുമ്പോഴത്തേനും നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസോട് കൂടി, പിന്നെ നമ്മൾ വീക്കിലി എക്സാം നടത്തുന്നുണ്ട് അല്ലേ, ഗൂഗിൾ ഫോമായിട്ട് നിങ്ങൾക്ക് തന്നെ സാധാരണ നിങ്ങൾ എങ്ങനെയാണോ പരീക്ഷ എഴുതുന്നത് ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ പരീക്ഷയൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസോട് കൂടി എക്സാം ഹാളിൽ പോയി ഇരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു രീതിക്ക് ഹെൽപ്ഫുൾ ആവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ തരുന്നത്. അപ്പോൾ എന്താ പറയുക, തിരിച്ചും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. പിന്നെ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ ടെലഗ്രാം വഴിയാണ് അപ്ഡേറ്റ്സും ടൈം ടേബിളും പിന്നെ നോട്ട്സും PDF എല്ലാം നമ്മൾ കൊടുക്കുന്നത് ടെലഗ്രാം വഴിയാണ്. അപ്പോൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ എന്തായാലും ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സ് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്ന് Day 6 ആണ്. ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് മാത്സിൽ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, മലയാളത്തിൽ വാക്യശുദ്ധി, ഇംഗ്ലീഷിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, കറണ്ട് അഫയേഴ്സ് 2021 ഫെബ്രുവരി. ഈ 4 ടോപ്പിക്സാണ് ഇന്ന് പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും നമ്മൾ മാത്സിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ ക്ലാസ് റൂം സെഷനായിട്ട് ഭിന്നസംഖ്യകളുടെയും ദശാംശ സംഖ്യകളുടെയും എല്ലാം പ്രോബ്ലംസ് ആയിട്ടും അല്ലാതെയും ബേസിക് മുതൽ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ ആ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം, ടെലിഗ്രാമിലും ഷെയർ ചെയ്ത് തന്നേക്കാം. അപ്പോൾ അത് കണ്ട് നിങ്ങൾ പഠിക്കാം. മാത്സ് നമ്മൾ അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് എടുക്കുന്നില്ല. ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളുടെയും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് കൊടുത്തേക്കാം. ഓരോ വീഡിയോയും കണ്ട് പഠിക്കാം. മാക്സിമം നിങ്ങൾക്ക് ഒട്ടും മാത്സ് അറിയാത്തവർക്ക് പോലും പഠിക്കാൻ പറ്റുന്ന ഭാഗത്തിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. കുറേ വീഡിയോസ് ഉണ്ട്, എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, ടെലഗ്രാമിൽ ഷെയർ ചെയ്ത് തന്നേക്കാം. അപ്പോൾ അത് കണ്ട് പഠിക്കാം കേട്ടോ. പിന്നെ നമ്മൾ മലയാളത്തിൽ വാക്യശുദ്ധിയും ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ചും, കറണ്ട് അഫയേഴ്സ് 2021 ഫെബ്രുവരി. ഇപ്പോൾ ഇത്രയും പോർഷൻസ് നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കൂടെ ഞാൻ താഴെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കണം, അവിടെയാണ് നമ്മൾ ഇതിൻ്റെ എല്ലാം ലിങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് ടൈറ്റിൽ ഇട്ടിട്ട് തന്നെ കൊടുക്കാം, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ അതിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ വാക്യശുദ്ധിയും ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ചും കറണ്ട് അഫയേഴ്സ് 2021 ഫെബ്രുവരി, അതെല്ലാം കൂടെ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അത്രയും വീഡിയോസ് കണ്ടിട്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ് 6ാമത്തെ ദിവസം നിങ്ങൾ പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. താഴെ ലിങ്ക് എന്തായാലും ക്ലിക്ക് ചെയ്ത് വീഡിയോസ് കണ്ട് തന്നെ പഠിക്കുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്